അപ്പൊ പിന്നെ ഇത് ഒന്നും സെറ്റ് ആവാത്ത ആളെ വേണോ കല്യാണം കഴിക്കാൻ? അങ്ങനെയൊന്നുമില്ല. പിന്നെ എങ്ങനെയാ ഇപ്പൊ എന്റെ മനസ്സിൽ അങ്ങനെ പ്രണയം അതൊന്നും ഇപ്പൊ ഇല്ല. എന്നാലും അതെന്തോ ഒരു എസ്കേപ്പിസമാണ്. അത് നീ അറിയുന്നത് അല്ല, അങ്ങനെയല്ല. അങ്ങനെ ഞാൻ ജീവൻ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. നല്ല ഫ്രണ്ട്സ് ആയിട്ട് പോവുകയാണ്. പിന്നെ അത് അസൂയപ്പെടുന്ന കുറച്ച് പേര് കാണും, അവരൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നത്. ഇപ്പൊ എന്നോട് തൊട്ട് മുമ്പേ പറഞ്ഞു എന്റെ കല്യാണം വേറൊരാളായിട്ട് ഫിക്സ് ആയിരുന്നു. അത് ആൾക്കാർ എന്നെ ഉണ്ടാക്കി പറയുന്നതാ, തങ്കച്ചേട്ടനായിട്ട്. പിന്നെ വേറെ ആരൊക്കെയാണ്, ഒത്തിരി പേര്, പറയാൻ പാടില്ലാത്ത ഒത്തിരി പേര്. അത് മാത്രമല്ല, എന്റെ കൂടെ ഏതെങ്കിലും ഒരു ഫാൻ ബോയോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് ഞാൻ അത് ടാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം യൂട്യൂബിൽ വരും, അനുവും ഈ ഒരാളുമായിട്ട് കല്യാണം ഉറപ്പിച്ചു, അനുവിന്റെ ഭാവി വരാൻ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ എത്ര എണ്ണം കേട്ടു? എത്ര പേര്? 10-15 പേരോ? എന്റെ അമ്മേ. അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അപ്പൊ ജീവനാണെങ്കിൽ ഇങ്ങനെ എത്ര പേരോട് കെട്ടിന്നുള്ള ഇത് കിട്ടിയിട്ടുണ്ട്? ഒത്തിരി പേര്. ആണല്ലേ? നമ്മൾ ഈ ഷോർട്ട് ഫിലിംസും ഈ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ വരും. പക്ഷെ ഇതിപ്പോ സത്യമായിട്ടും നിങ്ങളിപ്പം ഒരുമിക്കാൻ കൂട്ടാക്കുന്നില്ല. നമ്മൾ നല്ല ഫ്രണ്ട്സ്. എനിക്ക് ജീവന്റെ ഭാഗത്തുനിന്ന് ഒരു നല്ലൊരു ഇതുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ ജീവൻ അനുമോൾ അങ്ങനെ അങ്ങ് അവോയ്ഡ് ചെയ്ത് വിടുകയാണ് ജീവന്. എടാ പറയടാ, അങ്ങനൊന്നും ഇല്ല, അതല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്, അങ്ങനൊന്നും ഇല്ല. ശരി, എന്നാ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല, പോട്ടെ. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിക്കും ഇപ്പൊ കല്യാണം നിങ്ങളുടെ ഡേറ്റ് തീരുമാനിച്ചു എന്നാട്ടോ വിചാരിച്ചു. ഡേറ്റ് ഇങ്ങനെ നവംബർ 24-25 കല്യാണം എന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നാണ് ഒരുപാട് ഇതായത്. കാരണം ഞാൻ ഐശ്വര്യ രാജീവ് പുള്ളിക്കാരുടെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ മാസമായിരുന്നു കല്യാണം. ആ ടൈമില് ഞാനും ഷിയാസിക്ക, ആതിര മാധവൻ കൂടെ റിസപ്ഷൻ കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് മീഡിയക്കാർ ചോദിച്ചു എപ്പോഴാ കല്യാണം എന്ന് ചോദിച്ചു. അനുവിനെ കല്യാണം കഴിപ്പിച്ച് വിടുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഷിയാസിക്ക പറഞ്ഞു അനുവിന്റെ കല്യാണം ഉടനെ ഉണ്ട്, നവംബർ 24-25 എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ശരി അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ചോദിക്കത്തില്ലല്ലോ മീഡിയക്കാർ, എവിടെ ഇനാഗുറേഷന് പോയാലും ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് പോയാലും ഏതെങ്കിലും ഫംഗ്ഷൻ എന്ത് പോയാലും മീഡിയക്കാർ ആദ്യം ചോദിക്കുന്നത് എന്നാ അനുവിന്റെ കല്യാണം, എന്നാ അനുവിന്റെ കല്യാണം. ഇവരൊന്നും ചോദിക്കില്ല, പുതിയ പ്രോജക്റ്റിനെ പറ്റി ചോദിക്കില്ല, ഒന്നിനെ പറ്റിയും ചോദിക്കില്ല. കല്യാണം ഇതിനൊക്കെ കല്യാണത്തിന് ഇത്രയും വലിയ പ്രസക്തി ഉണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുക. പ്രസക്തി ഉണ്ടോന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ കല്യാണം നവംബർ 24-25 എന്ന് ഞാൻ അങ്ങ് പറഞ്ഞു. പിന്നെ അതിനുശേഷം ചോദിക്കത്തില്ല. ഇപ്പൊ ഞാൻ ഇനാഗുറേഷനൊക്കെ പോകുമ്പോ അത് ചോദിക്കില്ല. കഴിയുമ്പോ അന്നൊരാളുടെ കല്യാണം ഉണ്ട്. ആരുടെ? എന്റെയോ? എന്റെ കല്യാണം നീ അറിയത്തില്ലേ? അന്ന് ഒരു ആർട്ടിസ്റ്റിന്റെ കല്യാണം ഉണ്ട്. അത് ഞാൻ എന്താ പറയാ പുറത്തു വിട്ടിട്ടില്ല. അനു വിവാഹത്തിന്റെ തലേദിവസം മാത്രമാണ് തന്റെ വിവാഹമാണ് നാളെ എന്ന് തുറന്നു പറഞ്ഞത്. അതും അനുമോൾ എവിടെ വെച്ചാണ് വിവാഹം, ആരെയാണ് വിവാഹം കഴിക്കുന്നത് എന്നൊന്നും വ്യക്തമാക്കിയിട്ടിരുന്നില്ല. ഒരു കാര്യങ്ങളും തന്റെ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു സന്തോഷം, ഡ്രസ്സ് എടുക്കുന്നതോ തയ്പ്പിക്കാൻ കൊടുക്കുന്നതോ ഓർണമെന്റ്സ് എടുക്കുന്നതോ മേക്കപ്പിനെ കുറിച്ചോ അങ്ങനെ ഒരു കാര്യങ്ങളും, വിവാഹമാണെന്നോ വിവാഹത്തെ പറ്റിയുള്ള ചുറ്റും നടക്കുന്ന ഒരു കാര്യങ്ങളും അനു ആരോടും പങ്കുവച്ചിരുന്നില്ല. അതുപോലെ തന്നെ അനുവിന്റെ ഒപ്പമുള്ളവരും ഈ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിരുന്നില്ല. എന്നാൽ വരൻ ഭുവനേശ്വർ ആണെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആരാധകർ എങ്ങനെയോ മണത്തറിഞ്ഞിരുന്നു. എന്താണെങ്കിലും കല്യാണം താൻ പുറത്തു പറയാത്തതിന് കാരണം തന്നെ പലർക്കും ഇഷ്ടമില്ല എന്നും അങ്ങനെയുള്ള സന്തോഷകാര്യങ്ങളൊക്കെ പറഞ്ഞാൽ തനിക്ക് ഇവളായി വരും എന്നുള്ളൊരു വിശ്വാസം അനുവിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുറത്തു പറയാത്തതെന്നും, വിവാഹം തന്റെ സന്തോഷമാണ്, തന്റെ സ്വകാര്യമായൊരു സന്തോഷമാണ് വിവാഹം, അത് നശിപ്പിക്കാൻ തന്നെ ഇഷ്ടമില്ലാത്തവർ ശ്രമിക്കും. ഇഷ്ടമില്ലാത്തവർ ശ്രമിക്കുന്നത് കൊണ്ടാണ് താൻ ഒരു കാര്യം പുറത്തു പറയാത്തത്. തന്നെ ഇഷ്ടമുള്ളവർക്കും തന്നെ സ്നേഹിക്കുന്നവർക്കും വേണ്ടി കാര്യങ്ങളെല്ലാം ഇനി പങ്കുവയ്ക്കുമെന്നും അനു പറയുന്നുണ്ട്. വിവാഹത്തെക്കുറിച്ചുള്ള ഒരു സൂചനകളും അനു പുറത്തുവിട്ടിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അനുവിന്റെ വിവാഹത്തെ പറ്റി പല ചർച്ചകളും വരുമ്പോഴും അത് എപ്പോഴത്തെയും പോലെ ഒരു ചർച്ച മാത്രമാണെന്നാണ് എല്ലാവരും കരുതിയത്. ഭുവനേഷ് രാജേന്ദർ എന്നാണ് വരന്റെ മുഴുവൻ പേര്. നടനും മോഡലുമാണെന്ന് ഇൻസ്റ്റഗ്രാം ബയോയിൽ പറയുന്നു. ചെന്നൈയിലെ പ്രമുഖ സമ്പന്ന കുടുംബത്തിലെ അംഗമാണ് ഭുവനേഷ് എന്നാണ് റിപ്പോർട്ടുകൾ. സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിയാൽ 2019 മുതൽ ഇൻസ്റ്റഗ്രാമിൽ സജീവമായ ഭുവന് 1.39 ലക്ഷം ഫോളോവേഴ്സ് ആണ് ഇൻസ്റ്റഗ്രാമിലുള്ളത്. അതേസമയം ഭുവൻ ആരെയും തന്നെ ഫോളോ ചെയ്യുന്നുമില്ല. മോഡലിംഗ്, ആക്ടിംഗ്, ഫാഷൻ, ട്രാവൽ, ലൈഫ് സ്റ്റൈൽ, ഫിറ്റ്നസ്, കണ്ടന്റ് ക്രിയേഷൻ എന്നീ മേഖലകളിലാണ് ഭുവന്റെ താല്പര്യം. റീൽ വീഡിയോകളിലൂടെയാണ് ഭുവൻ കൂടുതൽ പരിചിതനായത്. അനുവിന്റെയും ഭുവന്റെയും പ്രണയ വിവാഹമാണോ എന്നത് വ്യക്തമല്ല. തന്നെ സ്നേഹിക്കുന്നവർക്കും തന്റെ നല്ലത് ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി എല്ലാ വിശേഷങ്ങളും തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുമെന്നാണ് അനുമോൾ പറയുന്നത്.
വെറുക്കുന്നവർക്ക് എല്ലാ വിവരങ്ങളും നേരത്തെ കിട്ടേണ്ട എന്ന് കരുതിയാണ് കല്യാണത്തെക്കുറിച്ചോ വരനെക്കുറിച്ചോ ഒന്നും വെളിപ്പെടുത്താത്തത് എന്നും അനുമോൾ പറയുന്നുണ്ട്. 3-4 വർഷത്തോളമായുള്ള ചോദ്യത്തിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഉത്തരം കിട്ടിയത് എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സർപ്രൈസ് തന്നെയായിരുന്നു അനുവിൻ്റെ വിവാഹം. ലൈഫ് സ്റ്റൈൽ ഫിറ്റ്നസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എന്തായാലും ഒരു നടനല്ലാതെ ആരെങ്കിലും ആയിരിക്കും അനുവിനെ വിവാഹം കഴിക്കുന്നതെന്ന് ആരും ചിന്തിച്ചിരുന്നില്ല. അനുമോളുടെ അടുത്ത ബന്ധുക്കൾ ഒരു 50-ൽ താഴെ ആളുകൾ മാത്രമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹത്തിൽ പങ്കെടുത്തത്. നടൻ സുരേഷ് ഗോപി എത്തിയത് വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറിയിരുന്നു. MP-യും നടനുമായ സുരേഷ് ഗോപി എത്തിയിരുന്നു. താലി കെട്ടിയതിനു ശേഷം വധൂവരന്മാർ സുരേഷ് ഗോപിയുടെ അനുഗ്രഹം വാങ്ങി. അധികം ആളുകളെയൊന്നും താൻ വിവാഹത്തിന് ക്ഷണിച്ചിട്ടില്ല. ഏറ്റവും വേണ്ടപ്പെട്ട വളരെ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ. വിളിക്കാനാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടെന്നാണ് അനുമോൾ പറഞ്ഞത്.